സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടുംപാടം, വണ്ടൂർ. വനം മന്ത്രി AK ശശീന്ദ്രനെതിരെ ആഞ്ഞടിച്ച് PV അൻവർ MLA. മന്ത്രി രാജിവെക്കുന്നതാണ് നല്ലതെന്നും UDF നേതൃത്വം സംരക്ഷണ കവചം ഒരുക്കിയാൽ മലയോര മേഖലയിലെ കർഷക, ദളിത്, SC സംഘടനകളെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുക്കാൻ പറ്റുമെന്നും PV അൻവർ MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതൊക്കെ UDF കാര്യം ഞാൻ എങ്ങനെ പറയാം? എനിക്കിപ്പോ അത് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, UDF ലീഡർഷിപ്പ് എടുക്കേണ്ട തീരുമാനം. ഞാൻ അങ്ങോട്ടേക്കാണോ തോണി തിരുനക്കരക്കാണോ അതോ തോണി മറിയോ എന്ന് നോക്കിയിട്ടാണ് ആളുകൾ എന്താ പറയാ നിൽക്കുന്നത്. ആ ആളുകളൊക്കെ ഒരു വഞ്ചിയിൽ കയറണമെങ്കിൽ ഞാൻ ഈ പറയുന്ന സംവിധാനത്തിന് UDF നേതൃത്വം അതിന് എന്താ പറയാ ഒരു കവചം, ഒരു സംരക്ഷണ കവചം ഒരുക്കേണ്ടതുണ്ട്. ആ സംരക്ഷണ കവചം UDF ഒരുക്കിയാൽ ഞാൻ ഈ പറയുന്ന മലയോര മേഖലയിലെ ഈ 100-100 ജില്ലാനും ഈ കർഷക സംഘടനകൾ, ഈ പറയുന്ന ദളിത് സംഘടനകൾ, ഈ SC വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ, ഇവരെയൊക്കെ നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ ഒരുക്കാൻ പറ്റും. CPM-ലെ വലിയൊരു വിഭാഗം പ്രവർത്തകർ ശ്വാസം മുട്ടി നിൽക്കുകയാണ്. ശ്വാസം മുട്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ എന്തായാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള അവസ്ഥയൊക്കെ. കാരണം ജനങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. പ്രതികരിക്കാനുള്ള ശേഷി അവർക്ക് എന്താ പറയാ അവരുടെ ജീവിത സാഹചര്യം കൊണ്ടില്ല. അപ്പൊ ആ സാഹചര്യം പ്രതികരിക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം UDF ലീഡർഷിപ്പിനുണ്ട്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത് അവരാണ് ആലോചിക്കേണ്ടത്. ഒരിക്കലും ഒറ്റയ്ക്കല്ല. അല്ല, അദ്ദേഹം രാജിവെക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും നല്ലത്. എന്തിനാണ് അദ്ദേഹം ഈ മന്ത്രിയായി നടക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, 1.5-2 ലക്ഷം രൂപ അദ്ദേഹം ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ, അല്ലേ? ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ പലപ്പോഴും ഇപ്പൊ ഈ നടന്ന സംഭവങ്ങളില് ഈ പറയുന്ന പല MLA-മാരും അവിടെ ഇടപെട്ടിട്ട് അവരുടെ ശമ്പളം അടക്കം അവിടുത്തെ പിരിവെടുത്തിട്ട് അവർ ലോക്കലായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തു. ഒരു രൂപ ഇത്രയും വലിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായത് എടുത്ത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അത്തരത്തിലൊരു മാനസിക ഇടപെടൽ. അദ്ദേഹത്തിന് അധികാരം, ആ കാറ്, ആ വീട്, മനസ്സിലായോ? അതിലപ്പുറം ഞാനെന്താ പറയുക, വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയാം. അദ്ദേഹത്തെ കുറിച്ചൊക്കെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. അദ്ദേഹം ഒരു ഘട്ടത്തില് മന്ത്രിസഭയിൽ നിന്ന് പുറത്തായ ആളാ. എന്തിനാണ് പുറത്തായത് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ പറയണ്ടല്ലോ എന്തിനാ പുറത്തായതെന്നുള്ളത്. അപ്പൊ ഇവരൊക്കെ സുഖജീവിതം നയിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാ ഈ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലാൻ കാവലിരിക്കുന്ന മന്ത്രിയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ മലയോര സമൂഹത്തെ കൊല്ലാൻ കാവലിരിക്കുന്ന, ശരിക്ക് കൊലപാതകല്ലേ മണിന്റെ നടന്നിരിക്കുന്നത്? രക്തം വാർന്നൊഴുകിയിട്ടാണ് മരിക്കുന്നത്. ആ കൊലപാതകത്തിന് ഉത്തരം പറയണ്ടേ? ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ കേസെടുക്കണ്ടേ? എന്തെങ്കിലും ഒരു നിലപാട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കേസിൽ അവിടെ പബ്ലിക് ലിറ്റിഗേഷൻ പോയ സമയത്ത് ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ഇയാൾ നടപടി എടുത്തിട്ടുണ്ടോ? അയാൾക്ക് എടുക്കാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന മാഫിയ സംഘത്തിന്റെ തലവൻ ഇയാളാണ്. ഈ പറയുന്ന ഫോറസ്റ്റിന്റെ സകല മാഫിയ തലത്തിന്റെയും തലവൻ, ഒരു മാഫിയ തലവന്റെ രൂപത്തിലാണ് കേരളത്തിലെ വനമന്ത്രി ഉള്ളത്. അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. 18 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ.